ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ഇലച്ചീന്തി പൂക്കൾക്കും ചന്ദ്രങ്ങൾക്കും ഒപ്പം ഒരുക്കി കൂടിയിരിക്കുന്ന കണ്ട അപ്പുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അത് ചോദിക്കാനായി അപ്പു തിരുമേനെ നോക്കിയെങ്കിൽ അദ്ദേഹം ഒരു പൂജയിലായിരുന്നു. അവളൊന്നും മനസ്സിലാവാതെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും അമ്പലമുറ്റത്ത് താറി ചാരി നിൽക്കുന്ന നീലനെ കണ്ട അപ്പുവിൻ്റെ മുഖത്ത് അതിശയം നിറഞ്ഞു. അവൾ ഇലച്ചീന്തുമായി മുന്നോട്ട് വന്ന നീലൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാ, പോവല്ലേ? കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് നീലൻ ചോദിച്ചു. അപ്പു തലയാട്ടി. അപ്പു വണ്ടി കയറിയത് അവൻ താറ് മുന്നോട്ടെടുത്തു. ഇതാണോ നീ പറഞ്ഞ സർപ്രൈസ്? ഇഷ്ടായോ? അവൻ ചോദിച്ചു. അപ്പു മറുപടി പറയാതെ അവൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് തല വെച്ചിരുന്നു. അപ്പുവിനെ വീട്ടിലാക്കിയ ശേഷം നീലൻ ക്ലബ്ബ് വരെ പോയി. കുറച്ച് കഴിഞ്ഞ് ക്ലബിലെ പിള്ളേരോടൊപ്പം ഇരുന്ന് 8 മണിയൊക്കെ കഴിഞ്ഞാണ് നീലൻ വന്നത്. അവനകത്തേക്ക് കയറി വരുമ്പോൾ അപ്പു പൊക്കും തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് മറ്റെവിടെയാണ്. സാധാരണ ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ അവൾ വ്യക്തമായി കാരണം പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് നീലൻ നേരെ റൂമിലേക്ക് നടന്നു. കുളിച്ച് ഫ്രഷായ ശേഷം അവൾ വരുമ്പോഴേക്കും അപ്പു അതേ ഇരിപ്പ് തന്നെയാണ്. എൻ്റെ പഠിപ്പ് കഴിഞ്ഞാ? കഴിക്കാൻ എടുത്ത് വെക്കട്ടെ? ഞാനെടുത്ത് വെക്കാം, നീ ഇരിക്കി. അവൾ ബുക്ക് അടച്ച് വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ചോറും കറികളും മറ്റും ടേബിളിലേക്ക് എടുത്തു വെച്ചതും നീലനും കൈ കഴുകി വന്നിരുന്നു. അവർ 2 പ്ലേറ്റിലായി ചോറെടുത്ത് നീലനെടുത്ത് അത് തടഞ്ഞു. ഇന്ന് ഞാൻ വാരിത്തരട്ടെ? അതെന്താ അങ്ങനെ? ഇത്രയും കാലം ഇല്ലാത്തൊരു ശീലം? ഒന്നുമില്ല, വെറുതെ ഒരാഗ്രഹം, അവൻ പറഞ്ഞു. അപ്പു ഒരു പ്ലേറ്റിലായി ചോറും കറിയും വിളമ്പി അവൻ്റെ അരികിലായി ഇരുന്നു. നീലൻ ചോറ് ചെറിയ ഉരുളകളാക്കി അപ്പുവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അപ്പു ആണെങ്കിൽ TV നോക്കിയിരുന്നാണ് കഴിപ്പ്. കുഞ്ഞെ, എന്താ നീല? അവൻ TV ശ്രദ്ധ മാറ്റി അവനെ നോക്കി. ഇന്ന് ക്ലാസ്സിൽ എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇന്ന് നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ലാസ്സിൽ വന്നോ? അപ്പുവിൻ്റെ മനസ്സിലുള്ളത് പുറത്ത് കൊണ്ടുവരാനായുള്ള നീലൻ്റെ ഈ ചോദ്യങ്ങൾ അതറിയാതെ അപ്പു അവൾ പോലും അറിയാതെ എല്ലാം തുറന്നു പറയുകയും ചെയ്തു. നീ നിൻ്റെ അനഘയും തമ്മിലുള്ള പിണക്കൊക്കെ മാറിയാ? ഞാനത് പറയാൻ മറന്നില്ല. ഇന്നലെ തന്നെ പിണക്കൊക്കെ മാറി. ഇനി അവൾ എന്നോട് പതിവില്ല അറിയാതെ ലീവ് എടുക്കൂല എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്നും അവളെ മൈൻഡ് ചെയ്തില്ല. അവസാനം അവൾ കരയാറായപ്പോൾ ഞാൻ ക്ഷമിച്ചു. പിന്നെ ഞാൻ അവൾ ലീവ് എടുക്കുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുക്കുമായിരുന്നില്ലേ. പിന്നെ ഇന്ന് മിസ്സ് അനഘയെ വഴക്ക് പറഞ്ഞു. ഇന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. ആ പൊട്ടി കംപ്ലീറ്റ് ആക്കാതെ സബ്മിറ്റ് ചെയ്തു. മിസ് അത് കയ്യോടെ പൊക്കി. അവിടെ ക്ലാസ്സിൽ പഠിപ്പിയാണല്ലോ, അതുകൊണ്ട് വഴക്കും കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കുറേ വഴക്ക് കിട്ടി. ഒപ്പം ലാസ്റ്റ് ഒരു ഡയലോഗും എൻ്റെ ഒപ്പം നടന്നിട്ടാണ് അവൾ മാറിയതെന്ന്. അത് കേട്ട് എനിക്കങ്ങ് തരിച്ചു വന്നതാ. അപ്പം അതാണ് എൻ്റെ കുട്ടിയുടെ സങ്കടത്തിന് കാരണം? അല്ല, അതിന് കാരണമായ അവൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. നീലനാണെങ്കിൽ തന്നെ അന്വേഷിച്ച കാര്യം കിട്ടിയ ഭാവത്തിൽ അപ്പുവിനെ നോക്കി. എനിക്ക് മതിയായി നീല, മഴ അറിഞ്ഞു. അപ്പോൾ വേഗം എണീക്കാൻ നിന്നതും നീലൻ അവളുടെ കയ്യിൽ പിടിച്ച് ചേറിലേക്ക് നിർത്തി. നീ മറച്ചു വെക്കാൻ നിൽക്കണ്ട. നിന്റെ മനസ്സിലുള്ളത് നീ അറിയാതെ തന്നെ പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയാം. അതുകൊണ്ട് സത്യമായിട്ട് പറയും. നീലൻ്റെ സ്വരം കടുത്തതും അപ്പുവിന് ചെറിയ പേടി തോന്നി. അത് പിന്നെ നീല, അയാളില്ലേ? അയാള് അന്ന് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്ന ആള്? ശിവൻകുട്ടി. അയാളെ ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അല്ല, അയാളെന്നെ അവിടെ കാത്തു നിന്നാന്ന് തോന്നുന്നു. എന്നിട്ട് അയാളെന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി. ഈ വീട് അയാൾ ഒരുപാട് ആഗ്രഹിച്ചാണ്. അത് തിരിച്ചു പിടിക്കാൻ അയാൾ എന്ത് ചെയ്യും? വേണ്ടി വന്ന അവളൊന്ന് പറഞ്ഞു നിർത്തി. വേണ്ടി വന്ന എന്നെ നിന്നെയും ഇല്ലാതാക്കാനും മടിക്കില്ല. ആരും ചോദിക്കാനും പറയാനും കൂടി വരില്ല എന്ന്. അത് കേട്ട നീലം കയ്യിലെ ഭക്ഷണം പ്ലേറ്റിലേക്ക് താഴെയിട്ട് എഴുന്നേറ്റ് പോയി. കൈയും കഴുകി പുറത്തേക്ക് നടന്നു. വേണ്ട നീല, പഴക്കിനൊന്നും വേണ്ട പ്ലീസ്.
കയ്യിൽ നിന്ന് വിടാ പൂർണ്ണ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇല്ല, നീ അകത്തേക്ക് പോവാ, എനിക്ക് പേടിയാവാ. നിന്നോട് കയ്യിൽ നിന്ന് വിടാ പറഞ്ഞ. നിന്നോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചതാണോ എന്താ നിന്റെ പ്രശ്നം? അപ്പോഴെല്ലാം ഒന്നുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ അടുത്തിരുത്തി അത്രയും ചോദിച്ച കാര്യല്ലേ നീ പറഞ്ഞത്? അല്ലെങ്കിൽ നിന്റെ വായിൽ നീ സത്യം പുറത്തു വരുമോ? അത് പിന്നെ ഇനി ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടെന്ന് കരുതിയാണ്. ആ, നല്ല ന്യായം. ഇന്ന് വഴി വെച്ച് ഭീഷണിപ്പെടുത്തതേ ഉള്ളൂ. നാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ മിണ്ടാതെ നിന്നോണട്ടാ. നീലന് അത്രയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീലൻ അത്രയും ദേഷ്യത്തിൽ അധികം കാണാത്തതിനാൽ അവൾ നന്നായി ഭയന്നിരുന്നു. അവൾ വാ പൊത്തി പിടിച്ച് തേങ്ങിക്കൊണ്ട് അകത്തേക്ക് ഓടി. നീലൻ ദേഷ്യത്തിൽ തിണ്ണയിലേക്ക് ഇരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ നീലൻ അകത്തേക്ക് നടന്നു. അവിടെ അപ്പു ബെഡിൽ കിടക്കുന്നുണ്ട്. തിരിഞ്ഞു കിടക്കുന്നതിന് മുഖം കാണുന്നില്ല, പക്ഷെ കരയുകയാണെന്ന് അവൻ അറിയായിരുന്നു. നീലൻ വാതിലടച്ച് അവളുടെ അരികെ വന്ന് കിടന്നു. അവളുടെ വയറിലൂടെ കൈ ചേർത്ത് അവളിലേക്ക് ചേർന്ന് കിടന്നു. പെണക്കാണ് അവന്. അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. അപ്പോൾ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു. കരയല്ല പെണ്ണെ, എന്നെ നോക്കിയേ. അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. നീലൻ അവളുടെ നെറ്റിയിലും വെച്ച് കണ്ണ് തുടച്ചു കൊടുത്തു. മതി കരഞ്ഞത്. ഇനി ഞാനായിട്ടൊരു വഴക്കിന് പോയില്ല. പക്ഷേ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായി എന്നോട് വന്ന് പറയണം, കേട്ടോടി. അവളുടെ മൂക്കിൻ തുമ്പി പിടിച്ചു വലിച്ച് അവൻ പറഞ്ഞു. അപ്പു തലയാട്ടി. എന്നാ എൻ്റെ കുട്ടി ഒന്ന് ചിരിച്ചേ. ചിരി വരുന്നില്ല. അത് സാരമില്ല, ഞാൻ ചിരിപ്പിക്കാലോ എൻ്റെ കുഞ്ഞിനെ. അവൻ കഴുത്തി തൻ്റെ താടി കൊണ്ട് കിളിയാക്കിയത് അപ്പു കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിരിപ്പിച്ച് സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കണം, അതാ നീലനും ഇഷ്ടം. ഇനി എൻ്റെ കുഞ്ഞുറങ്ങിക്കോ, നാളെ ക്ലാസ്സുള്ളതല്ലേ. നീലൻ അവളെ നെഞ്ചിലേക്ക് കിടത്തി തോളിപ്പതിയെ തട്ടിക്കൊടുത്തു. അവൻ്റെ പാട്ടിൻ്റെ താളത്തിൽ അപ്പു പതിയെ ഉറങ്ങി. നീലൻ അവളെ ബെഡിലേക്ക് ഇറക്കി കിടത്തി പുതപ്പിച്ചു. ഫാനിൻ്റെ സ്പീഡ് കൂട്ടി. തുറന്നു കിടക്കുന്ന ജനൽ അടച്ചു. ശേഷം പതിയെ വാതിൽ ചാരി അകത്തേക്ക് ഇറങ്ങി. അടുക്കള വാതിലും മെയിൻ വാതിലും ലോക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങി. നീലൻ്റെ വണ്ടി വന്നു നിന്ന് ഒരു വലിയ വീടിന് മുന്നിലാണ്. വണ്ടി ഡോറിൽ തന്നെ നിർത്തിയ ശേഷം ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. ഡോർബെല്ലടിച്ചതും ഒരു സ്ത്രീയാണ് വന്ന് വാതിൽ തുറന്ന്. ശിവൻകുട്ടി ചേട്ടനില്ലേ? ഉണ്ട്, കുളിക്കുക. ആരാ? ഞാൻ കാർത്തികേയൻ, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ചേട്ടനൊന്ന് കാണാൻ വന്ന. ചേട്ടൻ വരാൻ പറഞ്ഞിരുന്നു, അതാ ഈ രാത്രി വന്നേ. ചേച്ചി ചേട്ടൻ്റെ ഭാര്യ. ആ സ്ത്രീക്ക് പിന്നിലായി ഒരു കുഞ്ഞു ചക്കനും മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് മോനാ? ആ, എന്താ മോൻ്റെ പേര്? അബി. നല്ല പേരാണല്ലോ. ഇങ്ങ് വന്നേ, അമ്മ ചോദിക്കട്ടെ. അവൻ വിളിച്ച സ്ത്രീയുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു. പേടിക്കണ്ട ചേച്ചി, ഞാനും ശിവൻകുട്ടി ചേട്ടനും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധ. മാത്രമല്ല എനിക്ക് കുഞ്ഞുങ്ങളെ നല്ല ഇഷ്ടമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നീലൻ അവരുടെ വിശ്വസ്ത പിടിച്ചു പറ്റിയിരുന്നു. കുളി കഴിഞ്ഞു വന്ന ശിവൻകുട്ടി നീലനെ അവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടൊന്ന് പേടിച്ചു. നീ എന്താ ഇവിടെ? അയാൾ ഭയം മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. നീലൻ്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. അത് അയാളുടെ നെഞ്ചെടുപ്പ് കൂട്ടാൻ തക്കതായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്